Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സൗമ റംബ എന്നാണ് നമ്മുടെ പാരമ്പര്യത്തില്, സുറിയാനി പാരമ്പര്യത്തില് വലിയ നോമ്പിനെ കുറിച്ച് പറയുന്നത്. മിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ ആ പെസഹ രഹസ്യത്തിന്റെ ഒരുക്കമായിട്ട് 50 ദിവസങ്ങള് നമ്മൾ നോമ്പില് ഉപവാസത്തിൽ കഴിയുകയാണ്. അതിനുള്ള ഒരുക്കമാണ് ഈ ആദ്യ ഞായറാഴ്ച, നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നടത്തുന്നത്. വലിയ നോമ്പിൽ ആരംഭിക്കുന്നത് മിശിഹായുടെ മരുഭൂമി പരീക്ഷകളുടെ വിവരണത്തോടുകൂടിയാണ്. വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും അറിയിച്ച സുവിശേഷങ്ങളില് ആദ്യ ഭാഗത്ത് 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലാണ് ഈശോയ്ക്കുണ്ടായ മരുഭൂമി പരീക്ഷകള് വിശദമായിട്ട് 3 പരീക്ഷകൾ രേഖപ്പെടുത്തുന്നത്. മർക്കോസ് സുവിശേഷകൻ 1-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളില് ചുരുക്കമായി ഇതിന്റെ വിവരണം നൽകുന്നുമുണ്ട്. തൊട്ട് മുൻപില് വിവരിക്കപ്പെട്ട രംഗം മാമോദീസായുടെ രംഗത്തുമായി ബന്ധിപ്പിച്ചാണ് ഈ മരുഭൂമിയിലെ ഈശോ നേരിട്ട പരീക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാമോദീസായുടെ വേളയില് പിതാവായ ദൈവം മിശിഹ, നസറായനായ ഈശോ തന്റെ പുത്രനാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ലോകത്തോട്. അത് ഉറപ്പിക്കുവാനെന്നോണം റൂഹാദ് കുരിശ പ്രാവിന്റെ രൂപത്തില് ഈശോയുടെ മേൽ വന്ന് വസിക്കുകയും ചെയ്തു. യഥാർത്ഥത്തില് ഈ മാമോദീസായുടെ വേളയില് ഈശോ മിശിഹായാണ്, അഭിഷിക്തനാണ്. പുരോഹിത രാജകീയ ദൗത്യങ്ങള്, പ്രവാചക ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട, പൂർവ്വകാലം മുതലേ മുൻകൂട്ടി അറിയിക്കപ്പെട്ടിരുന്ന രക്ഷകനായ മിശിഹായാണ് എന്ന് ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയായിരുന്നല്ലോ മാമോദീസായുടെ വേളയിൽ. ആ മാമോദീസാ വേളയിൽ ഈശോയിൽ ഇറങ്ങി വസിച്ച റൂഹായാലാണ് ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത്. ആ മരുഭൂമിയിൽ അവിടുന്ന് 40 ദിവസം പ്രാർത്ഥനയിൽ രാവും പകലും ചെലവഴിക്കുകയാണ്. ആ ദിവസങ്ങളിൽ അവിടുന്ന് ഒന്നും ഭക്ഷിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഈ 40 എന്നുള്ളത് നമ്മെ ഉടനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തില് മോശെ ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട്. 24-ാം അധ്യായത്തില് ഇന്നത്തെ ആദ്യത്തെ വായന 12 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ. സീനാ ഉടമ്പടിയുടെ വ്യവസ്ഥകളായ 10 പ്രമാണങ്ങളടങ്ങിയ ആ കൽപ്പനകൾ സ്വീകരിക്കുവാൻ വേണ്ടി, കൽപ്പനകളുടെ ഫലകം സ്വീകരിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സീനാമലയിലേക്ക് കയറിപ്പോകുന്ന മോശെ 40 രാവും 40 പകലും ദൈവത്തോട് കൂടെയായിരുന്നു എന്നാണ് പറയുന്നത്. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഏലിയ പ്രവാചകനും ഇതുപോലെ തന്നെ പ്രവാചക ഗണത്തിലെ ആദ്യ വ്യക്തിയായ ഏലിയായും ഇതുപോലെ ഹോറബ് മലയിലേക്ക് പോകുന്നതിന് മുൻപ് പോകുന്ന വേളയില് 40 ദിവസങ്ങള് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന കാര്യം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രകാരമുള്ള ഈ പഴയ നിയമ പശ്ചാത്തലത്തിലാണ് 40 ദിവസം ഈശോയെ മരുഭൂമിയിൽ ചിലവഴിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയില് 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്നു. ഈ 40 വർഷക്കാലവും ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അത് ദൈവിക പരിപാലനയുടെ സംരക്ഷണത്തിന്റെ ഒരവസരമായിരുന്നത് പോലെ തന്നെ അവർ ദൈവത്തെ പരീക്ഷിച്ച സമയം കൂടിയായിരുന്നു അത്. ദൈവത്തിനെതിരെയും ദൈവത്താൽ അയക്കപ്പെട്ട മോശയ്ക്കെതിരെയും എല്ലാം ജനം പിറുപിറുക്കുകയും ചിലപ്പോഴെല്ലാം ശിക്ഷ വിളിച്ചു വരുത്തുകയും ചെയ്ത രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇസ്രായേൽ ജനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോയിടത്ത് ദൈവത്തിന്റെ പരിപാലന മനസ്സിലാക്കുന്നതിനും അവിടുത്തോട് ഭാവാത്മകമായി പ്രതികരിക്കുന്നതിനും പരാജയപ്പെട്ടിടത്ത് ഇവിടെ യഥാർത്ഥ ദൈവപുത്രനായ ഈശോ വിജയിക്കുന്ന രംഗങ്ങളാണ് സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ 3 പരീക്ഷണങ്ങളും ഈശോ മനുഷ്യവർഗത്തോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുന്നതിന്റെ ഭാഗമായിരുന്നു. അവിടുന്ന് മാമോദിസ മുങ്ങിയത് തന്നെ പാപമുണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച്
മനുഷ്യവർഗത്തോട്, പാപികളായ മനുഷ്യരോട് പൂർണ്ണമായി താതാത്മ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യന്റെ ആ അധപതിച്ച അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങുകയായിരുന്നു, പാപം ചെയ്യാതെ തന്നെ, പാപമില്ലാതെ തന്നെ. എന്തിനു വേണ്ടി? അധപതിച്ച മനുഷ്യവർഗത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി, വിമോചിപ്പിക്കുവാൻ വേണ്ടി, സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി. അതേ അവസ്ഥ തന്നെയാണ് ഈ പരീക്ഷണ വേളയിൽ നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ അനുഭവങ്ങളിലേക്ക്, മനുഷ്യ അസ്തിത്വത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരികയാണ്. മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനങ്ങൾ തന്നെ, ഏതൊരു മനുഷ്യനുമുണ്ടാകുന്ന പ്രലോഭനങ്ങൾ തന്നെയാണ് ഈശോയ്ക്കും ഉണ്ടാകുന്നത്. മാമോദീസയുടെ വേളയിൽ അവിടുന്ന് രക്ഷകനായ മിശിഹായാണ്, ദൈവപുത്രനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഈ ദൈവദത്തമായ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള പ്രലോഭനങ്ങളാണ് യഥാർത്ഥത്തിൽ സാത്താൻ ഈശോയുടെ മുൻപിൽ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ദൈവിക പദ്ധതിയോട് മറുതലിച്ചുകൊണ്ട്, അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച്, ഈ ലോകത്തിന്റെ ചിന്താഗതിക്കനുസരിച്ച് ഈ ലക്ഷ്യങ്ങൾ സാധിക്കാനുള്ള ഒരു ആഹ്വാനമായിരുന്നു, ഒരു പ്രലോഭനമായിരുന്നു സാത്താൻ ഈശോയുടെ മുൻപിൽ വെച്ചത്. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ ആയതിനു ശേഷം സുവിശേഷങ്ങളിൽ ഈശോയെക്കുറിച്ച് നസറായനായ ഈശോ, ജീസസ് ഓഫ് നസ്രത്ത് എന്ന പേരിൽ 3 വാല്യമുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. അതിന്റെ ആദ്യത്തെ വാല്യത്തില് 25 മുതൽ 45 വരെയുള്ള പേജുകളില് ബെനഡിക്ട് മാർപ്പാപ്പ വിവരിക്കുന്നത് ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളാണ്. വളരെ മനോഹരമായ ഒരു വിശദീകരണം ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന കാര്യം, പരീക്ഷണങ്ങൾ 3 അത് ഈശോയ്ക്കുണ്ടായതും മനുഷ്യൻ എന്നും ഉണ്ടാകുന്നതുമായ പ്രലോഭനങ്ങള് ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള പ്രലോഭനമാണ്. ദൈവത്തെ കൂടാതെ ഈ ഭൂമിയിലെ അസ്തിത്വം സുരക്ഷിതമാക്കുവാനും സുസ്ഥിരമാക്കുവാനുമുള്ള പ്രലോഭനമാണ് ഇതിലൂടെ എന്നും മനുഷ്യവർഗത്തിനുണ്ടാകുന്നത് എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ദൈവത്തെ അത്ര അത്യാവശ്യമുള്ള വ്യക്തിയായി കാണാതെ, അല്ലെങ്കിൽ അത് ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു കഴിഞ്ഞാൽ അത് ചില ശല്യങ്ങൾ അല്ലെങ്കിൽ ചില ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് തടസ്സമാകുമെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിലും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ളത് കൊണ്ട് ദൈവത്തെ ഒരല്പം മാറ്റി നിർത്തിയേക്കാൻ ജീവിതത്തിന്റെ ഒരു മൂലയിലേക്ക്, അതാണ് പ്രലോഭനങ്ങള്. അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിത ദൗത്യം തന്നെ, പദ്ധതികൾ തന്നെ പൂർത്തിയാക്കിയേക്കാം എന്നുള്ള ആ വെറും ഭൗതികമായ ചിന്തയിൽ മാത്രം നിൽക്കുന്ന പ്രവർത്തിക്കുവാനുള്ള പ്രലോഭനമാണ് ഏത് മനുഷ്യനും ഉണ്ടാകുന്നത് എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയും. ഈശോയ്ക്ക് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യർക്കുണ്ടായ അനുഭവങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ എപ്രകാരമാണ് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളോട്, ഇതിന് സമാനമായ പ്രലോഭനങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു പാഠമാകാൻ വേണ്ടി കൂടിയാണ് അവിടുന്ന് ഈ പ്രലോഭനങ്ങൾക്ക് വിധേയനായത്. പ്രലോഭിപ്പിക്കപ്പെടുന്ന മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ വേണ്ടി അവിടത്തേക്ക് ഈ പ്രലോഭനങ്ങളെ നേരിടേണ്ടതുണ്ടായിരുന്നുവെന്ന് ഹെബ്രായ ലേഖകൻ എഴുതുന്നത്, ഹെബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന ഹെബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. അതിന്റെ അവസാന ഭാഗത്ത് 17-18 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അവൻ സകലതിലും തന്റെ സഹോദരരോട് സദൃശനാവുക ആവശ്യമായിരുന്നു. ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ തന്റെ സഹോദരരോട് അവൻ എല്ലാ കാര്യങ്ങളിലും സദൃശനാവുക ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൻ പീഡ അനുഭവിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് കഴിയുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവിടുന്ന് പീഡ സഹിച്ചതും അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടതുമെന്നാണ് ഇവിടെ ഹെബ്രായ ലേഖകൻ പറയുന്നത്? നമ്മെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അനുഭവത്തിലൂടെ, ആ മനുഷ്യ അസ്തിത്വത്തിന്റെ അനുഭവങ്ങളിലൂടെ അവിടുന്ന് കടന്നു പോവുകയായിരുന്നു. ഇനി പ്രലോഭനങ്ങൾ, ഈശോയ്ക്ക് നേരിട്ട പ്രലോഭനങ്ങൾ ഓരോന്നായി എടുത്താൽ 3 പ്രലോഭനങ്ങളാണല്ലോ വിശുദ്ധ ലൂക്കായും മത്തായി സ്ലീഹായും വിവരിക്കുന്നത്. ആദ്യത്തെ പ്രലോഭനം ഈശോയ്ക്ക് 40 ദിവസം ഭക്ഷിക്കാതിരുന്നത് കൊണ്ട് വിശന്നു എന്നുള്ളതായിരുന്നു. വിശപ്പാണ് ലോകത്തിലെ എന്നുമുള്ള ഒരു വലിയ പ്രശ്നമെന്ന് നമുക്കറിയാം. വിശപ്പിനു വേണ്ടിയാണ്, അരച്ചാൻ വയറിനു വേണ്ടിയുള്ളതാണ് മനുഷ്യന്റെ അസ്തിത്വം. പലപ്പോഴും അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ് നമ്മൾ കാണുന്നത്. ലോക ദാരിദ്ര്യം തന്നെ, ലോകത്തെമ്പാടുമുള്ള ദാരിദ്ര്യം തന്നെ ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയുമാണ്.
ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഈശോയുടെ മുമ്പിലേക്ക് സാത്താൻ വെക്കുന്നത്. ഈശോയ്ക്ക് വിശന്നു, അവിടുന്ന് പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് അവിടത്തേക്ക് വിശക്കുന്നുണ്ട്. അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നത് പോലെ തന്നെ അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവിടത്തേക്ക് വിശക്കുന്നത്. ഈ വിശക്കുന്ന ഈശോയോട് പറയുകയാണ്, നീ കല്ലുകൾ അപ്പമാകുവാൻ കൽപ്പിക്കുക, ഈ കല്ലുകൾ അപ്പമാക്കി നീ ഭക്ഷിക്കുക. അതാണ് പ്രലോഭനം. ഈശോ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്റെ ശ്രോതാക്കളിൽ, തന്നെ കേൾക്കുന്നവരിൽ, തന്നോട് കൂടെ നിൽക്കുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും അതിന് വളർത്തുന്നതിനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു. തനിക്ക് വേണ്ടി അവിടുന്ന് ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇതിന് തയ്യാറുമല്ലായിരുന്നു. ഈ അപ്പത്തെക്കുറിച്ച് തന്നെയായിരുന്നു മരുഭൂമിയിൽ വെച്ച് യാത്രാമധ്യേ, കാനാൻ ദേശത്തുള്ളേക്ക് യാത്രാമധ്യേ ഇസ്രായേൽ ജനവും ദൈവത്തോട് പിറുപിറുക്കുന്നത് നമുക്കറിയാം. നിരന്തരമായിട്ട് അവർക്ക് ലഭിച്ചിരുന്ന ദൈവപരിപാലനയുടെ ഭാഗമായി ലഭിച്ചിരുന്ന സ്വർഗീയത്തിൽ നിന്ന് ലഭിച്ച ആ മന്ന അവർ ഭക്ഷിച്ച് മടുത്തപ്പോൾ മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് അവർക്ക് ശിക്ഷ ലഭിക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെയും പ്രലോഭനം. ആദ്യ പിതാവായ ആദത്തിനുണ്ടായ പ്രലോഭനവും ഭക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അലക്സാൻഡ്രിയയിലെ സിറിൽ എന്ന സഭാപിതാവ് പറയുന്നുണ്ട്, ആദം ഭക്ഷിച്ചതുകൊണ്ട് നമ്മൾ മനുഷ്യവർഗം മുഴുവനും തിന്മയ്ക്ക് അടിമകളായി. ഇവിടെ ഏതാ രണ്ടാമത്തെ ആദമായ മിശിഹ ഭക്ഷണത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ട്, ഉപവസിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കല്ലപ്പമാക്കുവാനുള്ള ആ പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് വിമോചിക്കപ്പെടുകയായിരുന്നു, നേടപ്പെടുകയായിരുന്നു, അവിടുന്ന് നമ്മെ നേടുകയായിരുന്നു എന്നാണ് അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പിതാവ് പറയുന്നത്. അപ്പോൾ അപ്പമാക്കുവാനുള്ള, തനിക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുവാനുള്ള ഈ പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? നിയമാവർത്തന പുസ്തകത്തിലും തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് കൂടുമാണ്. അപ്പോൾ അപ്പം മാത്രമല്ല പ്രധാനപ്പെട്ടത്. അപ്പം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അതിലും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ വചനമാണ്. ഈശോയുടെ ജീവിതത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. എല്ലാ സുവിശേഷന്മാരും വിവരിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗം. ഈശോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിലും തന്നെ കേൾക്കുവാൻ വന്ന ജനത്തിന് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയല്ല ആദ്യം ചെയ്യുന്നത്, മറിച്ച് അവരെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവരോട് പ്രസംഗിച്ചതിന് ശേഷമാണ്, ജനത്തെ കണ്ട് അനുകമ്പ തോന്നിയിട്ട് ഉടനെ അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയല്ല, മറിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചതിന് ശേഷമാണ് അവർക്ക് അപ്പം നൽകുന്നത്. അത് തന്നെയുമല്ല, അവരുടെ ആ ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിന്, ഈ ദൈവവചനത്തിൽ ഒന്നായി തീർന്ന് അവരെ ഒന്നിച്ച് നിർത്തുന്നതിനുള്ള, ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് അവിടുന്ന് മാറ്റുകയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ വചനം മനുഷ്യനായി അവതരിച്ച ഈശോയിലൂടെ പിതാവ് അറിയിച്ച ആ സുവിശേഷമാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതിന് ശേഷമായിരിക്കണം മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നമ്മൾ നീങ്ങേണ്ടത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈശോ നൽകുന്നത്. രണ്ടാമത്തെ പ്രലോഭനത്തില് സാത്താൻ ഈശോയെ ജെറൂസലം ദേവാലയത്തിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണല്ലോ. അവിടെ നിന്ന് താഴേക്ക് ചാടാൻ പറയുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ചാടുന്നതാണ് വെല്ലുവിളി. ഈശോയുടെ ദൈവപുത്രത്വം തെളിയിക്കുവാനുള്ളതായിരുന്നു വെല്ലുവിളി എന്ന് നമുക്കറിയാം. ദൈവപുത്രനാണെന്ന് മാമോദിസയുടെ വേളയിൽ പിതാവായ ദൈവം പ്രഖ്യാപിച്ചല്ലോ. ആ പ്രഖ്യാപിച്ചത് ശരിയാണെങ്കിൽ നീ ഒരു തെളിവുത എന്നുള്ളതായിരുന്നു സാത്താന്റെ പ്രലോഭനം. ഇവിടെ സാത്താൻ വളരെ തന്ത്രപൂർവ്വം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുകയാണ്. 91-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം സ്നേഹിക്കുന്നവരെ പരിപാലിക്കുവാൻ വേണ്ടി ദൂതന്മാരെ അയക്കും, അവരുടെ കല്ലിൽ തട്ടാതിരിക്കുവാൻ വേണ്ടി ഈ ദൂതന്മാർ അവരെ സംരക്ഷിക്കുമെന്ന്. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് സാത്താൻ പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ പിതാവായ ദൈവം തന്നെ സംരക്ഷിക്കും, നീ താഴേക്ക് ചാട്, ഞങ്ങൾ കണ്ട് വിശ്വസിക്കാമെന്ന്. ഇതേ പ്രലോഭനം തന്നെയാണല്ലോ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ യഹൂദ നേതാക്കന്മാർ നൽകിയത്. നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, ദൈവപുത്രനാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ആധുനിക ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. സാത്താനാണ് ഒരു വലിയ ബൈബിൾ പണ്ഡിതനെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയും. കാരണം വളരെ കൃത്യമായിട്ട് ദൈവപരിപാലനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ ഭാഗം എവിടെയാണ് എന്നുള്ളത് സാത്താൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് സാത്താൻ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഭാഗികമായ ഒരു വചനം മാത്രം എടുത്തുള്ള ഉദ്ധരണി, അതാണ് പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത്. സമ്പൂർണമായ സമഗ്രമായ ഒരു വീക്ഷണം വിശുദ്ധഗ്രന്ഥത്തെക്കുറിച്ചുണ്ടെങ്കിൽ ഇത് വരികയില്ല എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും അതിന്റെ സമഗ്രതയിലായിരിക്കണമെന്നും
ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയാകരുത് അവിടുത്തോടുള്ള നമ്മുടെ ബന്ധം, അവിടുത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ആകരുത് നമ്മുടെ യാതനകളും പ്രാർത്ഥനകളും എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രലോഭനത്തിൽ സാത്താൻ എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ അധികാരങ്ങൾ മുഴുവനും, രാജ്യങ്ങൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, ഈ ലോകത്തില് സാത്താന്റെ പിടിയിലായിരുന്ന രാജ്യങ്ങൾ കാണിക്കുക, ഇതെല്ലാം എന്റേതാണ്, ഇതെല്ലാം എന്റെ അധികാരത്തിന് കീഴിലാണ് എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങള്, മനുഷ്യ സമൂഹം സാത്താന്റെ പിടിയിലാണ് എന്ന് അവൻ അവകാശപ്പെടുകയായിരുന്നു. ഒരു പരിധിവരെ അത് അന്നും ഇന്നും ശരിയാണ് താനും. തിന്മയുടെ പിടിയിലാണ് സമൂഹം, മനുഷ്യ സമൂഹങ്ങൾ, രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ദൈവഹിതത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നതും അതിനുവേണ്ടി മനുഷ്യൻ കോലാഹലം ബഹളം കൂട്ടുന്നതുമല്ല. അപ്പോൾ സാത്താൻ പറയുകയാണ്, ഈ രാജ്യങ്ങളെല്ലാം എന്റേതാണ്, നീ എന്നെ ആരാധിച്ചാൽ മാത്രം മതി, ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. ഈശോ പറഞ്ഞത് ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്ന രാജാവാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണ് ഈശോ എന്ന് അറിഞ്ഞിരുന്ന സാത്താനാണ്, രാജ്യം സ്ഥാപിക്കാനാണല്ലോ നീ വന്നിരിക്കുന്നത്, എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം, നീ എന്നെ ആരാധിച്ചാൽ മതി, നമുക്കൊരു സഖ്യമുണ്ടാക്കാം, നമുക്ക് ഈ രാജ്യം, ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാം. ഇങ്ങനെയുള്ള പ്രലോഭനം, ഈ ഭൂമിയിൽ ദൈവത്തെ കൂടാതെ രാജ്യം സ്ഥാപിക്കുവാനുള്ള മനുഷ്യന്റെ സുരക്ഷ അല്ലെങ്കിൽ വെൽഫെയർ ഉറപ്പാക്കുവാനുള്ള സംവിധാനങ്ങൾ, ശ്രമങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടല്ലോ. മാർക്സിസം തന്നെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യന്റെ ഈ ഭൂമിയിലെ അസ്തിത്വം സുരക്ഷിതമാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ബെനഡിക്ട് മാർപ്പാപ്പ അവിടെ പറയും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഭൂമിയിലെ അധികാരങ്ങൾ എല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ടതാകണം, ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈശോ പരോക്ഷമായിട്ട് ഇവിടെ വ്യക്തമാക്കുകയായിരുന്നു. ഈശോ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ തന്നെയാണ്, പക്ഷെ അത് ദൈവഹിതത്തിന് വിധേയമായിക്കൊണ്ടാണ്, ദൈവഹിതം നടപ്പാകുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് എന്ന്. പഴയ നിയമത്തിലെ 2ാമത്തെ വായനയിലെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ കർത്തൃസേവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പരീക്ഷിക്കപ്പെടും, അതുകൊണ്ട് അതിനൊരുങ്ങിയിരിക്കണമെന്ന്. ഇങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്ന് പറയുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് ഹെബ്രായ ലേഖകൻ തന്നെ 4-ാം അധ്യായത്തിലെ 15-16 വാക്യങ്ങളിൽ പറയുന്നതാണ്. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഹെബ്രായ ലേഖകൻ ഇപ്രകാരം പറയുന്നു, ദൈവപുത്രനും സ്വർഗത്തിലേക്ക് കയറിയവനുമായ ഈശോ മിശിഹ എന്ന ഉന്നത പുരോഹിതൻ നമുക്കുണ്ട്. അതിനാൽ അവനെ ഏറ്റുപറയുന്നതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹത വയ്ക്കുവാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠ പുരോഹിതനല്ല അത്. നമുക്കുള്ളത് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു പുരോഹിതനാണ്. അതിനാൽ കാരുണ്യം ലഭിക്കുവാനും ക്ലേശങ്ങളിൽ സഹായത്തിന് കൃപാവരം പ്രാപിക്കുവാനും അവന്റെ കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം എന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. ഇപ്രകാരം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനും നമ്മുടെ ആശകളെ നിയന്ത്രിക്കുവാനും അങ്ങനെ മിശിഹായുടെ സഹനത്തിൽ പങ്കുചേരുവാനും അവിടുത്തെ പെസഹ രഹസ്യത്തിന്റെ ഈ ഒരുക്കമായിട്ടുള്ള ഈ 50 നോമ്പ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.